ഫിലിം അക്കാഡമിയിൽ. അപ്പോൾ അവിടെ ഫീസുണ്ട് അത്യാവശ്യം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊന്നും പൈസ ഒന്നും വാങ്ങിയിട്ടൊന്നും അല്ല പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ താമസിക്കാനായിട്ട് ഒരു ദിവസം നല്ല പൈസ ചെന്നൈയിൽ, ഫുഡിനും അക്കോമഡേഷൻ. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ഇതാണ് ഈ കഥയിൽ പറയുന്ന ബിനീഷ് ചേട്ടനെ കണക്കൊരു ചേട്ടനുണ്ടാവും, അനീഷ് ചേട്ടൻ. അപ്പോൾ അനീഷ് ചേട്ടൻ്റെ കൂടെ ആണ്. അപ്പോൾ എങ്കിലും നമുക്ക് കോഴ്സ് ഫീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ പിന്നെ അവിടെ ജോലിക്ക് കയറി. സ്റ്റുഡിയോയിൽ പോയിട്ട് ലൈറ്റ് ആളുടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞാൽ ലൈറ്റ് പിടിക്കാൻ ഓക്കെ ലൈറ്റ് ബോയ് ആയിട്ട്. അപ്പോൾ പുള്ളി ഇവൻസിന് ബർത്ത്ഡേക്കൊക്കെ കൊണ്ടുപോകും, കല്യാണത്തിന് പോകും. അപ്പോൾ നമ്മൾ പോയിട്ട് സൈഡിൽ പോയിട്ട് ഇങ്ങനെ ലൈറ്റ് പിടിച്ചാൽ മതി. അപ്പോൾ അതൊരു പൈസ കിട്ടും. പിന്നെ അവിടെ പച്ചക്കറി അരിയാനായിട്ട് പോകുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പച്ചക്കറി അരിയാൻ പോകും. പിന്നെ അല്ലാതെ ഇവൻസിന് ബലൂൺ വിരിപ്പിക്കാനായിട്ട് പോകും. ആനന്ദിയുടെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ജീവിക്കാനായിട്ട് ഇങ്ങനെ നെട്ടോട്ട് ഓടുകയാണ്. അപ്പോഴാണ് എനിക്ക് അമ്മ ഉണവകം എന്ന് പറഞ്ഞൊരു ഹോട്ടൽ എൻ്റെ ഒരു ഫ്രണ്ട് കാണിച്ചു തരുന്നത്. എടാ നീ, അപ്പം ഞാൻ അവിടെ പോയിട്ട് ഒരു ദിവസം ഒരു ഫുഡ് എന്തെങ്കിലും ഉച്ചക്ക് കഴിച്ചാൽ തന്നെ ഒരു 50 രൂപ ചിലവാകും. വൈകുന്നേരത്തേക്ക് ഒരു 30 രൂപ, 3 പൊറോട്ട വാങ്ങി 30 രൂപ. അപ്പോൾ ഒരു ദിവസം കാൽക്കുലേറ്റ് എത്ര ചെയ്താലും ഒരു 150 രൂപ ആ ഒരു റേഞ്ച് ആവും വണ്ടിക്കൂലിയും കൂട്ടിയിട്ട്. അപ്പോഴാണ് എനിക്ക് പറഞ്ഞു തന്നത് അമ്മ ഉണവകം. അതായത് വലിയ ഇഡലി 1 രൂപയ്ക്ക് കിട്ടും, സാമ്പാർ ഫ്രീ ആണ്. അപ്പോൾ പിന്നെ ഒരു കാസറോൾ വാങ്ങിയിട്ട് 10 രൂപയായിട്ട് അമ്മ ഉണവത്തിൽ പോകും. അപ്പോൾ ഡെയിലി ചെല്ലുന്നവർ അവിടുത്തെ ചേച്ചിമാർ അറിയാം. അപ്പോൾ ഒരു സ്ഥലം കാണിക്കും. അപ്പോൾ നമ്മൾ 10 ഇഡലി തരും, സാമ്പാർ ഒരു ഇതിൻ്റെ അകത്ത് മേടിക്കും. എന്നിട്ട് രാവിലെ 3 എണ്ണം കഴിക്കും, ഉച്ചക്ക് 4 എണ്ണം കഴിക്കും, രാത്രി 3 എണ്ണം കഴിക്കും. 10 രൂപയ്ക്ക് അവിടുത്തെ ചിലവ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ സേവ് ചെയ്യുന്ന പൈസ എനിക്ക് ആ സമയത്ത് ഷോർട്ട് ഫിലിംസ് എടുക്കും. അക്കാഡമിയിൽ നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്യണം ആഴ്ച. പിന്നെ ചില സിനിമകളുടെ സീൻസ് റീക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ക്യാമറ റെൻറ്റിന് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന് ആർട്ടിസ്റ്റ് ആരെങ്കിലും വരും, അത് അവിടെ ഉള്ളവരൊക്കെ തന്നെ വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കണം, ഫുഡ് മേടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ എനിക്ക് പൈസ കിട്ടി. അതിനിടയ്ക്ക് നോവൽ എഴുതുന്ന ഞാൻ മറന്നുപോയി. ഈ നോവൽ എഴുതാനാണ് ഞാൻ വന്നതെന്നേ മറന്നു, സിനിമ പഠിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.